ഇതെന്തത് കയ്യില് ഒരു പൊതിയൊക്കെ ആയിട്ട് എന്താ സംഭവം? അത് സ്വീറ്റ്സാ. കണ്ണൂര് ചേച്ചിന്റെ ആണല്ലേ? അല്ല, ഞാനൊരു കണ്ണൂർക്കാരിയായതുകൊണ്ട് കണ്ണൂർ ചേച്ചിന്റെ സന്തോഷം എന്തായാലും എനിക്കുണ്ട്. പക്ഷെ ഇത് ആക്ച്വലി കണ്ണൂർ ചേച്ചിക്കൊണ്ടല്ല. പിന്നെ ഒരു നമ്മള് ലാസ്റ്റ് മാച്ച് വീക്കിന് ശേഷം 4 ടീം സെമി ഫൈനൽസിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 ടീം ആദ്യമായിട്ടാണ് സെമി ഫൈനൽ സ്പോട്ടിലേക്ക് വരുന്നത്. തൃശ്ശൂരും മലപ്പുറം. അപ്പൊ ഇത് തൃശ്ശൂർ മാജിക്കിനും മലപ്പുറം FC-ക്കും ഉള്ള അൾട്രാസിനും ബ്ലൂ ലേഡീസിനും അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സ്വീറ്റ്സ്. സെമി ഫൈനൽ ഉഷാറാവട്ടെ അല്ലേ? കണ്ണൂരില് എന്നാലും എനിക്ക് അത് അത്ര ഞാൻ കൺവിൻസ്ഡ് അല്ല. ശരിക്കും ഇത് കണ്ണൂരിന്റെ ജയത്തിന്റെ ഒരു മധുരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ വിചാരിച്ചത് ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടൊരു മാസ് ഉണ്ട് കാണാൻ തോന്നി. എന്താ സിമ്പിൾ ആയി പോയത്? അത് കണ്ണൂർ വാരിയേഴ്സ് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ജയിച്ചത് സെമി ഫൈനൽസിലേക്ക്. അപ്പൊ നമ്മൾ ഫൈനൽ വരെ വെയിറ്റ് ചെയ്യണം അങ്ങനെ പോകുന്നുള്ളത് അറിയില്ല. ഫൈനൽ കഴിഞ്ഞിട്ട് കാണാമായിരിക്കും അല്ലേ? അപ്പോ ഈ സ്വീറ്റ്സ് അങ്ങോട്ടേക്ക് കൊണ്ടുവരണോ അതോ ഞാനിത് സൈഡിൽ വെക്കണോ? ഇത് നമുക്ക് അവസാനം കഴിയാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സൂപ്പർ ലീഗ് കേരള സൂപ്പർ റിവ്യൂ. നമ്മുടെ മാച്ച് വീക്ക് 10 കഴിഞ്ഞ് 3 ക്രൂഷ്യൽ മാച്ചസ് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് നമുക്ക് 4 സെമി ഫൈനലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്ത എപ്പിസോഡ് നമ്മൾ 2 ഫൈനലിസ്റ്റിനെ പറ്റി സംസാരിക്കാനായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ മാച്ച് കണ്ണൂർ വാരിയേഴ്സ് ആൻഡ് തൃശ്ശൂർ മാജിക് FC ആൻഡ് കണ്ണൂർ വാരിയേഴ്സ്. അതിൻ്റെ അകത്ത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ച് ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര ഡൊമിനൻ്റ് ആയിട്ട് കളിച്ച് കണ്ണൂർ 2-0 ജയിച്ച് അടുത്ത കളിയിൽ എന്താ സംഭവിക്കുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ. നമ്മള് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്, അതായത് കണ്ണൂർ ജയിക്കുക എന്ന് പറയുന്നത് ലീഗിന്റെ തന്നെ ഒരു ഇതാണ്. കാരണം അല്ലെങ്കിൽ അവര് തോറ്റ് കഴിഞ്ഞാൽ ഡ്രോ ആയി കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. പിന്നെ ഓട്ടോമാറ്റിക്കലി അതുകൊണ്ടാണ് ഇന്നലത്തെ മാച്ചിനും അതിന് മുന്നത്തെ മാച്ചിനും ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ഒരു ത്രില്ലും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കണ്ണൂര് എങ്ങനെ കണ്ണൂര് മാച്ച് നേരിട്ട് കാണുകയും ചെയ്ത് അത് തൃശ്ശൂരിന്റെ ഹോമിൽ പോയിട്ടാണ് അത്രയും ഡോമിനന്റ് ആയിട്ട് കളിച്ച് തൃശ്ശൂർ എങ്ങനെ അവിടെ ആ ടഫിൽ പോയി അങ്ങനെ കളിക്കാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് നമ്മള് ഈ ഒരു സൂപ്പർ ലീഗ് കേരള സീസൺ 2 എല്ലാ മാച്ചസ് എടുത്ത് നോക്കിയാൽ ചെറിയൊരു എന്തോ ഒരു പാറ്റേൺ ഉണ്ട്. എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ ഹോമില് ഒരു ടീം ജയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ മറ്റേ ടീമിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡ് ലെഗിൽ എന്തായാലും തിരിച്ചു പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികാര ചുവയുള്ള രീതിയിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന മാച്ചസ്. കണ്ണൂർ വാരിയേഴ്സ് തൃശ്ശൂർ മാജിക് FC മാച്ച് ഇമ്പോർട്ടന്റ് ആവുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ കണ്ണൂരിന്റെ ഫസ്റ്റ് ഹോം മാച്ച് കണ്ണൂർ ജയിച്ചു നിൽക്കുന്ന ഹോം മാച്ചിൽ തൃശ്ശൂർ വന്നിട്ട് 97th മിനിറ്റിൽ ഒരു ഈക്വലൈസർ അടിച്ചിട്ടാണ് കണ്ണൂരിനെ അവിടെ ഡ്രോ ആക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു തൃശ്ശൂരിന്റെ ലാസ്റ്റ് ഹോം മാച്ചിൽ അങ്ങനെ ഒരു ജയം കണ്ണൂരിന് അനിവാര്യമാണ്. അതൊന്നും അല്ല, പ്രതികാരത്തിനേക്കാളും എല്ലാം അപ്പുറം കണ്ണൂരിന് ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം മാച്ച് ആക്ച്വലി അമേസിംഗ് ആയിരുന്നു, അടിപൊളി മാച്ച് ആയിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് വേണം മാരിനേഴ്സ് ട്രാവൽ ചെയ്ത് വന്നു. അതിന്റെ കുറച്ച് റീൽസ് ഒക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. ആ ഒരു പിന്നെ ഈ മാച്ചിൽ ആക്ച്വലി ലേറ്റ് ആയിട്ടൊരു ഗോൾ വന്നില്ലേ, എബിൻദാസിന്റെ ഒരു ഗോള്. എബിൻദാസ് അങ്ങനെ ഒരു ഗോൾ അടിച്ചപ്പോഴത്തേക്കും അതിൽ ഒരുപാട് സന്തോഷം. പുള്ളി ശരിക്കും ഡിസേർവ് ചെയ്തൊരു ഒരു ഗോളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും നമ്മൾ ഈ കഴിഞ്ഞ ഷോയിൽ പറഞ്ഞിരുന്നു ഒരുപക്ഷെ കണ്ണൂർ വാരിയേഴ്സിനായിരിക്കാം മാത്തമാറ്റിക്കലി നോക്കുവാണെങ്കിൽ ലീസ്റ്റ് ചാൻസ് എന്ന്. കൊമ്പൻസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു ലാസ്റ്റ് മാച്ച് ഡേക്ക് വന്നപ്പോ കറക്റ്റ് നേരെ തിരിഞ്ഞില്ലേ, കൊമ്പൻസ് പുറത്തു പോകുന്നു, കണ്ണൂർ ആദ്യം ക്വാളിഫൈ ചെയ്യുന്നു ഈ 2 ബാക്കിയുള്ള സ്പോട്ടിലേക്ക്. ശരിക്കും SLK ഒട്ടും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു മാച്ച് വീക്ക് 10 ഭയങ്കര മാച്ച് വീക്ക് 10 വരെ അത് നീണ്ടു പോയി എന്നുള്ളത് വെരി എക്സൈറ്റിംഗ്. പിന്നെ കൊമ്പൻസ് ആണെങ്കിൽ ആദ്യത്തെ മാച്ചിൽ കണ്ണൂർ വാരിയേഴ്സ് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു, എന്ത് കൊമ്പൻസിന്റെ റിസൾട്ട് എന്താവും, മലപ്പുറത്തിന്റെ റിസൾട്ട് എന്താവും, ആൻഡ് ഫസ്റ്റ് അവർ ജയിക്കണം. കണ്ണൂർ വാരിയേഴ്സ് ജയിച്ചതിന് ശേഷം പിന്നെ വരുന്നത് കൊമ്പൻസിനും മലപ്പുറത്തിനുമാണ്. ദേ ആർ ലൈക്ക് ഐദർ ഓഫ് ദം വിൽ ഓൺലി ക്വാളിഫൈ എന്നുള്ള സിറ്റുവേഷനിലെത്തി. കൊമ്പൻസ് ജയിക്കുകയാണെങ്കിൽ കൊമ്പൻസ് കയറും, മലപ്പുറം ജയിക്കുകയാണെങ്കിൽ മലപ്പുറം കയറും എന്നുള്ള സിറ്റുവേഷനിലെത്തി. ആ മാച്ച് കഴിയുമ്പോഴത്തേക്കും കൊമ്പൻസ് പുറത്തായതിനു ശേഷം മലപ്പുറത്തിന് അഗെയിൻ ദ സെയിം സിറ്റുവേഷൻ കണ്ടിന്യൂ ആയി. മലപ്പുറം ജയിച്ചാൽ മാത്രമേ ഇനി കയറുള്ളൂ, അല്ലെങ്കിൽ കൊമ്പൻസ് ഡ്രോ ആയി അവിടെ കിടക്കുന്നുണ്ട്. സോ കണ്ണൂർ വാരിയേഴ്സ് ജയിച്ചതിന് ശേഷമാണല്ലോ കൊമ്പൻസിന്റെ മാച്ച്. ആ ഒരു റിസൾട്ട് എത്രത്തോളം അവരെ എഫക്ട് ചെയ്തെന്ന് നിങ്ങൾക്ക് തോന്നി? കാരണം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഒരു ടീം ജയിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ അടുത്ത കളിക്കുന്ന ടീം എത്ര ഒരു 1 point അഡ്വാൻറ്റേജ് ആയിക്കോട്ടെ, അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാലും അവർ പോയി കളിച്ച റിസൾട്ട് ഉണ്ടാക്കണം. കൊമ്പൻസിന്റെ കളിയുടെ ലീഡ് എടുത്തു നമുക്കറിയാം, എന്നിട്ട് അവസാനം സംഭവിച്ചത് 95th മിനിറ്റ് വരെ ലീഡ്. അപ്പം
സത്യം പറഞ്ഞു കഴിഞ്ഞാല് അല്ല, ആ ഒരു മൊമെന്റിൽ അവര് പ്ലേ ഓഫിൽ എത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രോ എത്തിക്കഴിഞ്ഞാലും അവരെത്തും. അപ്പം 2 ഗോൾ അടിക്കും എന്ന് പറയുന്ന ഒരു എക്സ്പെക്ടേഷൻ ഒരു കാരണവശാലും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു മൊമെന്റിലാണ് അവിടാണ് കാലിക്കറ്റ് FC സെക്കൻഡ് ഹാഫിൽ അച്ഛല് അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് അവർക്ക് ആ ഒരു വിന്നിങ് മൊമെന്റം നഷ്ടപ്പെടുത്തി കളയാൻ റെഡിയല്ല എന്ന് പറയുന്ന ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു രീതിയിൽ വന്നു. അതോ അവരുടെ ഹോമിൽ അങ്ങനത്തെ 2 ഗോളുകൾ സെറ്റ് പീസ് ഗോൾ, ഓപ്പൺ പ്ലേ എന്നല്ല, 2 സെറ്റ് പീസ് ഗോളാണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു. 2ാമത്തെ ഗോളും കൂടി വന്നപ്പം അത് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബ്യൂട്ടിയാണ്. പക്ഷെ തിരുവനന്തപുരം കൊമ്പൻസിന്റെ ആരാധകർക്കും ടീമിനും അതൊട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ പെയിൻ എന്താണെന്നുള്ളത്. കാരണം സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോൾ 50-50 ചാൻസ് ആയിരുന്നു. ഹാഫ് ടൈം വരെ പിന്നെയും അതൊരു 50-50 ചാൻസ് നിൽക്കുന്നു. പക്ഷെ 90 മിനിറ്റ്സ് ആകുമ്പോൾ ഓൾമോസ്റ്റ് 100% ചാൻസിൽ ദേ ആർ ഇൻ എന്നുള്ളൊരു പോയിന്റിലാണ് 2 ഗോൾ അടിച്ചിട്ട് അവർ പരാജയപ്പെടുന്നത്. അത് ലിറ്ററലി ഞാൻ ആ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ച കൊമ്പൻസ് എന്തായാലും കേറും. ലൈക്ക് 1 ഗോള് വീണാലും ഓക്കെ, 2 ഗോള് നമ്മള് 95-ാമത്തെ 98-ാമത്തെ മിനിറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം കാലിക്കറ്റ് FC സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ജയിച്ച് അല്ലെങ്കിൽ അവർക്ക് സ്ഥാനത്തിലൊന്നും അപ്പൊ അവരങ്ങനെ ഒരു ഇതിൽ കളിക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ എതിർ ടീമിന് ഇങ്ങനത്തെ ഒരു സെമി ഫൈനൽ സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ, പക്ഷെ ആ സമയത്താണ് കാലിക്കറ്റ് FC 2 റൺ അടിച്ചിട്ട് ആ ഒരു ജയം കണ്ണൂരിന് ഒരു തരത്തിലല്ലേ. അങ്ങനത്തെ റീൽസ് ഒക്കെ വരുന്നുണ്ട്, കണ്ണൂരുകാരെ സഹായിക്കാൻ അല്ലെങ്കിൽ കാലിക്കറ്റുകാരെ. അതെ, അവിടെ 2 ടീമിന്റെ പോസിബിലിറ്റി ആണ് ആക്ച്വലി ഉണ്ടാവുന്നത്. കണ്ണൂർ വാരിയേഴ്സ് കയറുന്നതും കൊമ്പൻസ് പുറത്താവുന്നതും ലൈക്ക് 2 ടീമിന്റെ സെമി ക്വാളിഫിക്കേഷൻ ആണ് ആ ഒരു 5 മിനിറ്റ്സിന്റെ ഇടയിൽ ഡിസൈഡ് ആവുന്നത്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. ആൻഡ് കാലിക്കറ്റിന്റെ സെക്കൻഡ് ഗോൾ അടിച്ചത് അജ്സല, ടോപ്പ് സ്കോറർ ആയിട്ട് ഇപ്പോഴും ഈ കാലിക്കറ്റ് FC-യുടെ സബ്സ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് എവർഡമാളുടെ നടത്തുന്ന ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനുകളൊക്കെ ലൈക്ക് പുള്ളി ചെയ്യുന്ന എല്ലാ ഡിസിഷനും ഭയങ്കര ഒരു ഗോൾഡൻ ടച്ച് പോലെയാണ്. കണ്ണൂർ വാരിയേഴ്സ് ആയിട്ട് നമ്മൾ കണ്ടു അത്രയും ചേഞ്ചസ് വരുത്തിയിട്ട് ആ ടീം ജയിക്കുന്നു. പിന്നെ ഈ മത്സരത്തിലും ട്രസ്റ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് ഡെലിവറി. മലപ്പുറം മാച്ചിൽ നമ്മള് ഡെർബിയിൽ സെക്കൻഡ് ഹാഫ് വന്നിട്ടാണ് ആ ഒരു റിംഗോൺ ആണ് തോന്നുന്നു 2 അസിസ്റ്റ് കൊടുത്തു. അപ്പം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരിക്കും ഒരു ചാമ്പ്യൻ ടീമിന് വേണ്ട എന്താണോ അതെല്ലാം കാലിക്കറ്റിലുണ്ട്. പിന്നെ ഈ ലീഗിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇതുവരെ ഇപ്പം നമ്മൾ ഇത്രയും ഷോ ചെയ്തു, ഇത്രയും പ്രഡിക്ഷൻസ് നമ്മൾ എല്ലാവരും നടത്തി, ഇതിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഈ ഒരു വീക്കും കൂടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെ പ്രഡിക്ട് ചെയ്താലും എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ഫാക്ടർ അതുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. പ്യൂർലി ആ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഭയങ്കര ഹൈ ആണ് ഈ സീസൺ. ഒരു നെക്സ്റ്റ് ലെവൽ എന്റർടൈൻമെന്റ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളത്തിലെ ഒരു ഫുട്ബോൾ ടൂർണമെന്റിന് എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഫാൻസിന് കൊടുക്കാൻ പറ്റുമോ, എത്രത്തോളം ചേഞ്ച് ആ ഒരു സ്ഥലങ്ങൾക്കും കൊടുക്കാൻ പറ്റുമോ, അത് കറക്റ്റായിട്ട് ഈ ഒരു സീസൺ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സൂപ്പർ ലീഗിന്. കാരണം അത്രയും ഫാൻ സപ്പോർട്ടും ഫാൻസും ലൈക്ക് എല്ലാവരും വെയിറ്റിംഗ് ആണ് നെക്സ്റ്റ് മാച്ച് വീക്കിൽ എന്താ സംഭവിക്കുക, ആരാണ് ഫൈനൽസിന് വരിക, സെമി ഫൈനൽസിന് വരിക. ഇപ്പോഴും നമുക്ക് പറഞ്ഞ പോലെ നിവേദ് പറഞ്ഞ പോലെ അൺപ്രഡിക്റ്റബിൾ ആണ് ആരാണ് ഇനി ഫൈനൽസിൽ വരിക എന്നുള്ളത്. എന്തായാലും അതിലോട്ട് വരുന്നതിന് നമുക്ക് മലപ്പുറം മാച്ചിനെ പറ്റി അതും ഒരു എക്സൈറ്റിംഗ് മാച്ചാണ്. കാരണം ഫോസ കൊച്ചി ആദ്യത്തെ 25 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ 2-0 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഇപ്പം അവര് ഫോസ കൊച്ചി ഇപ്പൊ ആ ഒരു എനർജി കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ്. മലപ്പുറം FC-ക്ക് ആണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവര് അതില് തിരിച്ചു വന്നു. അത് ഫസ്റ്റ് ഹാഫിൽ തന്നെ 2 ഗോൾ അടിച്ച് തിരിച്ചു വന്നു. എനിക്ക് മലപ്പുറത്തിന് ഇപ്പം കെന്നഡി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ് ഫാക്ടർ ആണല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം കെന്നഡി എത്രത്തോളം ഒരു റോള്, അത് 3 അടിപൊളി ഗോളുകളാണ്. ആദ്യത്തെ ഗോൾ എന്താ ഗോളല്ലേ, അടിച്ച് അപ്പുറത്ത് അത്രയ്ക്ക് അതിന്റെ ശബ്ദത്തിനെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് കമന്ററിയിലും പറയുന്നുണ്ടായിരുന്നു. അന്നേരം അതുവരെ സ്റ്റേഡിയം ഒന്ന് ചെറുതായിട്ട് അന്നേരം കളി കണ്ടറിയാം സ്റ്റേഡിയത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നോയ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഗോള് വന്നു. പിന്നെ പുള്ളി 3ാമത്തെ ഗോള് പുള്ളിയുടെ കംപ്ലീറ്റ് എഫേർട്ട് ഇട്ടിട്ടാണ് അത് ഗോളാക്കി മാറ്റുന്നത്. അതും മലപ്പുറത്തിന്റെ ഒരു സംഭവം ഉണ്ട്. അതായത് ആ ഫസ്റ്റ് ഗോള് വന്ന ലെഫ്റ്റ് ബാക്കിൽ ഇർഷാദ് ആണെന്ന്, അല്ല റൈറ്റ് ബാക്കില്. അപ്പൊ ഇർഷാദിന്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പിന്നെ ഇതിലൊരു കാരണം ഇർഷാദ് പ്രോപ്പർ ആയിട്ട് വിങ് ബാക്ക് കളിക്കുന്ന പ്ലെയർ അല്ല, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ്, ചിലപ്പോൾ സെന്റർ ബാക്ക്. അതെ. അതിനുശേഷം തന്നെ ആ ചേഞ്ച് വരുത്തി, അവിടുന്ന് ചേഞ്ച് വരുത്തിയിട്ടാണ് പിന്നെ വേറെ പ്ലെയറെ കൊണ്ടുവന്ന ഒരു ചേഞ്ച് നടത്തി. പിന്നെയാണ് ആ കളിയിൽ ചേഞ്ചസ് വരുന്നത്. അപ്പം അങ്ങനെ തന്നെ പെട്ടെന്ന് ചേഞ്ചസ് വരുത്തി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ആ കളിയില്. പിന്നെ ഇഷാൻ പണ്ഡിത ഈ പറഞ്ഞ ഈ സീസണിൽ ഗോളടിക്കാൻ ഇങ്ങനെ ഇത് ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ ഇതുവരെ അടിക്കാൻ പറ്റില്ല. അത് നല്ലൊരു ഗോളാണ്. ടീം പ്ലേ വന്ന് നല്ല ത്രൂ ബോള്, നല്ലൊരു ഗോളാണ്. അങ്ങനെ
ഒരു ഡ്രോ മതിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ജയിച്ചിട്ട് അവർ പോയിന്റ് ടേബിളിൽ ഇനി കാലിക്കറ്റിന് എന്താണെങ്കിലും ഇപ്പൊ ഫേസ് ചെയ്യണ്ട, ഫൈനലിൽ ഫേസ് ചെയ്യാന്നുള്ള മൈൻഡാണെന്ന് തോന്നുന്നു. അപ്പൊ 3-ാം സ്ഥാനത്തോട്ട് അങ്ങനെ ഒരു കയറ്റം കയറിയിട്ടുണ്ട്. എന്താണെങ്കിലും പിന്നെ ഈ ഗെയിമിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഫോഴ്സ കൊച്ചിന്റെ ഹോമില് മലപ്പുറം ഫേസ് ചെയ്തപ്പോ സെയിം സ്കോർ ആയിരുന്നു അല്ലേ? 4-1 കാലിക്കറ്റ് 6-2 മറ്റേ ഈ കൊച്ചിയിൽ നടന്ന കളിയും കെനഡി 2 ഗോൾ അടിച്ചത്. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഫസ്റ്റ് ഞാൻ ലൈവ് മലപ്പുറത്തിന്റെ കളി കാണുന്ന കളിയാണ്. അന്ന് കെനഡിയുടെ അസാധ്യ പെർഫോമൻസ് ആണ്. റോയ് കൃഷ്ണൻ കെനഡി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ കളി കെനഡി ജോൺ കെനഡി ഷോ എന്ന് തന്നെ നമുക്ക് പറയാം. അമ്മാതിരി സംഭവമായിരുന്നു. ഈ കളിയിലും ഒന്നും പറയാനില്ല. ശരിക്കും ആ ഒരു പ്ലെയർ ആ 2 ഗോളുകൾ 26 മിനിറ്റിൽ കൺസീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്രൂഷ്യൽ മാച്ചിൽ സ്വന്തം ക്രൗഡിന്റെ മുമ്പിൽ അത് മിസ്റ്റേക്കുകളിൽ നിന്നാണ് ആ ഗോളുകൾ വരുന്നത്. അപ്പൊ അതൊരു ടീമിനെ ശരിക്കും പിന്നോട്ട് വലിക്കാൻ മെന്റലി ഡൗൺ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. പക്ഷെ കെനഡി എന്ന് പറഞ്ഞ ഒറ്റ ആള് അയാളുടെ ഒറ്റ ഒരു ഇതിൽ ബലത്തിൽ അവർ ആ കളിയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. പിന്നെ ആ ഒരു പരിക്ക് നമുക്കറിയാം കെനഡിയുടെ. ഇപ്പൊ ഏറ്റവും മലപ്പുറം വെയിറ്റ് ചെയ്യുന്ന ഒരു കൺസേൺ കാരണം ഇപ്പൊ അടുത്ത ദിവസത്തിൽ തന്നെ സെമി കളിക്കണം. അപ്പം കെന്നഡിയും ഇഞ്ചോർഡായി, ഇഷാൻ പണ്ഡിതയും 2 കീ പ്ലേയേഴ്സ് ആണ്. അതും ഒരേ പൊസിഷനിൽ കളിക്കുന്ന 2 കീ പ്ലേയേഴ്സ് ആണ് ഇഞ്ചോർഡ് ആയിരിക്കുന്നത്. അപ്പം ഇപ്പൊ റോയ് കൃഷ്ണ അങ്ങനെ സ്ഥിരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുമില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ അതാണ് എങ്ങനെ ആ ഒരു പ്ലെയർ തിരിച്ചു വരും എന്ന് പറയുന്നൊരു ഇതിലുള്ളത്. എന്തായാലും നമുക്ക് ഇനി സെമി ഫൈനൽസിലോട്ട് വരാം. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ ഇതായിരിക്കും അല്ലെ, അവരുടെ കെനഡി. കാരണം അത്രത്തോളം ആ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്ലെയറാണ്. ഇനി റോയ് കൃഷ്ണ ആണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ റെക്കഗ്നൈസ് സെന്റർ ഫോർവേഡ് വേറെ റോയ് കൃഷ്ണ മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് അത്രയും ഗെയിം ടൈമോ ടീമിന്റെ നമുക്കറിയാം വലിയൊരു പരിക്കിന്നൊക്കെ തിരിച്ചു വരുന്ന ഒരു ഇതാണ്. പിന്നെ കെനഡി തൃശ്ശൂർ മാജിക്കിനെതിരെ ഗോൾ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു തൃശ്ശൂരുള്ള മത്സരത്തില്. അപ്പം എന്തായാലും ഒരു വലിയ മിസ്സായിരിക്കും കളിച്ചില്ലെങ്കിൽ. കാരണം മലപ്പുറത്തിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ മലപ്പുറത്തിന്റെ ഇത്രയുള്ള കളികളിൽ നിന്ന് മനസ്സിലാക്കിയത് ഡിഫെൻസീവ്ലി മിസ്റ്റേക്കുകൾ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷെ അവര് ഗോളുകൾ അടിക്കും. അതാണ് അവരുടെ ഒരു ഔട്ട് സ്കോർ ചെയ്യുക ടീമുകളെ എന്നുള്ളൊരു അപ്രോച്ച് ആയിരിക്കാം. തൃശ്ശൂർ മാജിക് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ട് കളിക്കാൻ ശ്രമിക്കുന്ന ഒരു ടീമാണ്. അവരുടെ ഫസ്റ്റ് ജോബ് ഗോൾ കൺസീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള അങ്ങനെ ഒരു അപ്രോച്ചാണ്. അപ്പൊ കെനഡി ഇല്ലാതെ എങ്ങനെ ആ ഒരു ടീമിനെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര. ബിക്കോസ് കെനഡി കളിക്കുകയാണെങ്കിൽ നല്ല ചാൻസ് ഉണ്ട്. കാരണം L4C ബോളുകൾ സപ്ലൈ ചെയ്യും, ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കെനഡി നല്ലോണം ഡിഫൻസിനെയൊക്കെ നല്ലോണം സ്ട്രെച്ച് ചെയ്യും, നല്ല റണ്ണുകളൊക്കെ മേക്ക് ചെയ്ത്. ഈ കഴിഞ്ഞ മാച്ചിലെല്ലാം കണ്ടത് കോൺഫിഡൻസ് ആണ് അവർക്കിപ്പോ നഷ്ടമായത്. ഇപ്പൊ കണ്ണൂര് എനിക്ക് തോന്നുന്നു എവേയില് അൺബീറ്റൺ ആണല്ലേ ഈ സീസണിൽ. ആണ് ഹോമില് ജയവില്ല. അങ്ങനെ എന്താണ് ആ ഒരു അത് മീൻസ് എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിലും കഴിഞ്ഞ സീസണിലാണെങ്കിലും കണ്ണൂരിന് ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കറക്റ്റ് ഉണ്ടായിട്ടില്ല. അവിടെ കാലിക്കറ്റ് തന്നെയല്ലേ ഉണ്ടായത്. അപ്പൊ ആ ഒരു ഇതില് കംഫർട്ട് ആയിട്ടുണ്ടാവും. പക്ഷെ അവിടെ ഭയങ്കര അറ്റ്മോസ്ഫിയർ അടിപൊളി കേട്ടോ കണ്ണൂർ. കാരണം ആ സ്റ്റേഡിയത്തിൽ ഒരു കളി കാണാൻ പറ്റുള്ളൂ. പക്ഷെ പോയത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല ഒരു പക്ഷേ ലാസ്റ്റ് മാച്ചിലെ കണ്ടേ കണ്ണൂർ വേഴ്സസ് കാലിക്കറ്റ് FC. അപ്പൊ അത്രയും മാച്ചിൽ കണ്ണൂർ ജയിക്കാറ്റും ആ ക്രൗഡ് സപ്പോർട്ട് ശരിക്കും നല്ല ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു ലൗഡസ്റ്റ് ഫാൻസ് തന്നെയാ കണ്ണൂര് അല്ലേ, അത്രയും. പക്ഷെ അവര് ഇനിയിപ്പം സെമി ഫൈനലൊക്കെ എവയിലാണെങ്കിൽ ആ ഒരു ഇത്തവണത്തെ റെക്കോർഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിചാരിക്കാല്ലേ. കാലിക്കറ്റ് FC നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ടീം. അത് ശരിക്കും പൊതുവെ നമ്മൾ പറയാറുണ്ട് ചില ടീമുകൾ ടൈറ്റിലൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോ ഒന്ന് റിലാക്സ് ആവാം, അല്ലെങ്കിൽ ഒന്ന് വീക്കാം, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ സീൽ ചെയ്ത് നമ്പർ 1 സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ 2 കളിയിൽ വേണമെങ്കിൽ റിലാക്സ് ചെയ്യാം എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ചില ടീമുകളിൽ വരാം. പക്ഷെ ഇവരൊരുമാതിരി എന്തോ ഈ ഒരു ടൈറ്റിൽ ഞങ്ങൾ മാത്രമേ അടിക്കുള്ളൂ അങ്ങനത്തെ ഒരു ഇതിലാണ് കളിക്കുന്നത് ആ ടീം. ശരിക്കും അത്രയും ചേഞ്ചസ് വന്നൊരു ടീമാണ്. 3-4 സ്റ്റാർ പ്ലേയേഴ്സ് അവിടെ ടീം പോയ ടീമാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു മെന്റാലിറ്റി ആ ടീമിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ആ ഓണർഷിപ്പിന്റെയും അതിന്റെ എല്ലാത്തിനും അതൊരു ഫിൽട്ടർ പോലെ ഓണേഴ്സിൽ നിന്ന് ഇങ്ങനെ ഫിൽട്ടർ ഡൗൺ ആയിട്ട് പ്ലേയേഴ്സിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ എന്തായാലും അവരൊരു ബെഞ്ച് മാർക്ക് തന്നെയാണ് ഈ ലീഗിന്റെ. അപ്പം അവരെയാണ് കണ്ണൂർ വാരിയേഴ്സ് നേരിടാൻ പോകുന്നത്. മാത്രമല്ല അവര് 6 മാച്ചസ് കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇപ്പോ ജയിച്ചു നിൽക്കുന്നുണ്ട്. കണ്ണൂർ വാരിയേഴ്സ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു കാലിക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് കാലിക്കറ്റ് ഏർലി ഗോൾസ് കൺസീഡ് ചെയ്താലും അവര് കംബാക്ക് ചെയ്യാൻ ഒരു കാപ്പബിലിറ്റി ഉള്ള ഒരു ടീമാണ്. അപ്പൊ അവരുടെ അടുത്ത് ഏർലി ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ളത് ഒരു ബെറ്റർ ഓപ്ഷൻ അല്ല. കാരണം അപ്പൊ അവര് തിരിച്ചെന്തായാലും കംബാക്ക് ഉണ്ടാവും. പക്ഷെ
കംബാക്കിൽ ജയിക്കുക എന്നുള്ളതാണ് കാലിക്കറ്റിന്റെ കൂടെ ഉള്ളൊരു സ്ട്രാറ്റജി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് UCL റയൽ മാഡ്രിഡ് ചില കളി അവർ എങ്ങനെ വന്നാലും ഇപ്പം 90 മിനിറ്റ്സിൽ 2 ഗോളിൽ ലീഡ് ചെയ്ത് നിന്നാലും എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു വൈബ് എനിക്ക് ആ മാച്ച് കണ്ട പ്രത്യേകിച്ച് തോന്നിയത്. അത് എല്ലാ ടീമും കുറച്ച് കൂടുതൽ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ ഉണ്ടായതുപോലെയല്ല, ഇപ്രാവശ്യം ഭയങ്കര അധികം കോമ്പറ്റീറ്റീവായി. കാരണം ഫോഴ്സ കൊച്ചി മലപ്പുറം മാച്ചും അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ആയിരുന്നു. കാരണം മലപ്പുറവും ഫോഴ്സ കൊച്ചിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഈ ഫോർസ കോച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. ഇപ്പൊ നമ്മൾ സനുഷ് രാജ് കോച്ചിന്റെ പെർഫോമൻസ് കണ്ടു. നിങ്ങളുടെ അഭിപ്രായത്തിൽ നെക്സ്റ്റ് ഇയർ ഒരു ഇന്ത്യൻ കോച്ചിനെ ഏതെങ്കിലും ഒരു ക്ലബ്ബ് ട്രസ്റ്റ് ചെയ്യണം എന്നങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ തീർച്ചയായിട്ടും നമുക്ക്, കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു അല്ലെങ്കിൽ അതൊരു നമുക്ക് ഇപ്പം SLK എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ടാലൻസിന്റെ ഒരു ഇതാണല്ലോ. അപ്പം അതിനൊരു എലിജിബിൾ ആയിട്ടുള്ള കോച്ചസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ റോൾസിൽ, കാരണം അവിടെ ഇപ്പം മലപ്പുറത്തിന്റെ ആണെങ്കിലും ചേഞ്ച് വന്നു, ക്വാളിഫിക്കേഷൻ ഇതായി വിൻ വന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് എന്താണ് നമ്മൾ ആസ് എ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ അല്ലെങ്കിൽ കേരള ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് അവർക്കും ഒരു ഫ്യൂച്ചർ ഉണ്ടാകാനുള്ള സാധ്യതകളും അത് ശരിക്കും ഒരു പോസിറ്റീവ് സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം ഫോർസ കൊച്ചി എങ്ങനെയാണ് പെർഫോം ചെയ്തിരുന്നതെന്ന് നമുക്കറിയാം, എങ്ങനെയാണ് ഈ കഴിഞ്ഞ 3-4 കളികളിൽ പെർഫോം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഈ ഒരു മത്സരത്തിലും ആ ഒരു തുടക്കം ഒക്കെ നല്ലോണം ഫൈറ്റ് ചെയ്ത് തന്നെയാണ് അവർ കളിച്ചിട്ടുള്ളത്. അപ്പം അറിയില്ല, ഇറ്റ്സ് അപ് ടു ദ ക്ലബ്, അവർ തീരുമാനിക്കണം. അവർ വലിയ ഡിസിഷൻ ആണത്. കാരണം ലീഗിലെ ബാക്കി എല്ലാവരും ഫോറിൻ കോച്ചസുകളെയൊക്കെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളിനെ ട്രസ്റ്റ് ചെയ്യാൻ. ലാസ്റ്റ് മാച്ചില് ഫോർസ കൊച്ചി മലപ്പുറം മാച്ച് നടക്കുമ്പോൾ അതിൽ രണ്ടും ഉള്ളത് ഇന്ത്യൻ കോച്ചസ് ആണ്. ക്ലിയോപ്പസ് അലക്സ് ആണെങ്കിലും സനുഷ് രാജ് കോച്ച് ആണെങ്കിലും. അപ്പൊ ആ മാച്ചിന്റെ ആ ഒരു 2 ടീമിന്റെയും ആ പർട്ടിക്കുലർ മാച്ചിന്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും ചേഞ്ച് വൈസ് ആണെങ്കിലും സ്ട്രാറ്റജി എല്ലാം ആണെങ്കിലും ഇറ്റ്സ് ടോപ്പ് ക്ലാസ് അല്ലേ. ആ ഒരു ഇന്റർവ്യൂ കോച്ചാണ് എന്നുള്ളൊരു ഫീല് വരുന്ന ഒരു പെർഫോമൻസ് അല്ല 2 ടീമും, എസ്പെഷ്യലി ഫോർസ കൊച്ചി. ഇത്രയും ഇങ്ങനെ പെർഫോം ചെയ്ത് വന്നൊരു ടീം ഒരു ത്രെറ്റ് പോലെ പയ്യനാട് വെച്ച് കളിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്, സംതിങ് എൽസ്. അതും ഒന്നും ഇല്ല എന്നുള്ള പോയിന്റ് ഒന്നാണ്. അപ്പോൾ എന്തായാലും ഇപ്പൊ കഴിഞ്ഞ മാച്ച് വീക്ക് 10 ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നു, ഡ്രമാറ്റിക് ആയിരുന്നു, അതേപോലെ തന്നെ അൺപ്രഡിക്റ്റബിളും ആയിരുന്നു. നമ്മൾ ആരും പറഞ്ഞ 4 അല്ലല്ലോ വന്നത്. ഞാൻ പറഞ്ഞല്ല എന്തായാലും വന്നത്. ഞാൻ കൊമ്പൻസിനെ വിശ്വസിച്ചു, പക്ഷെ കൊമ്പൻസ് അറിയില്ല. ഞാൻ നമ്മുടെ ഷോയിൽ ആദ്യം പറഞ്ഞ ഈ ടോപ്പ് 4 ഇതായിരുന്നു, അതായത് ഫസ്റ്റ് വീഡിയോ. അത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ടോപ്പ് 4 കറക്റ്റ് അല്ലേ? കണ്ണൂർ മലപ്പുറം അല്ലേ? ഞാൻ പറഞ്ഞത് കണ്ണൂർ കൊമ്പൻസ്. ഞാൻ ആദ്യം ഷോയിൽ പറഞ്ഞത് കൊമ്പൻസ് മലപ്പുറം. നമ്മുടെ ഷോയിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഈ സെയിം ടീമായിരുന്നു. അത് നമ്മള് അവിടെ അത് നമ്മൾ കുറച്ചും കൂടി നോക്കി കഴിഞ്ഞാൽ കുറെ എണ്ണം കറക്റ്റ് ആയി വന്നിട്ടുണ്ടാവും. പിന്നെ പക്ഷെ SLKയുടെ നമ്മൾ സ്റ്റേഡിയത്തിൽ പോയിട്ടുള്ള ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ കൊമ്പൻസ് പറഞ്ഞത് കണ്ണൂരിന് പകരം മറ്റേ ഡെർബി കഴിഞ്ഞു. കാരണം ആ സമയത്ത് കണ്ണൂർ ഇങ്ങനെ വിന്നില്ലാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം കൊമ്പൻസ് കയറി വരുന്നത്, അപ്പം അവർ പ്രൊഡിക്ഷൻ ചിലപ്പോൾ ഇത് മാറി മറിയാമെന്ന് പറയുന്നൊരു പോസിബിലിറ്റി എനിക്ക് തോന്നിയായിരുന്നു. അപ്പം പക്ഷെ ആദ്യം പറഞ്ഞ സംഭവം നടന്നു. അതെ, ആ ശരിക്കും അവസാനത്തെ ആഴ്ചകളിലേക്ക് കടന്നപ്പോഴത്തേക്കും ഒരുപാട് അങ്ങോട്ടും മാറ്റങ്ങൾ വന്നില്ലേ. ഭയങ്കര ഞാനിങ്ങനെ കൊമ്പൻസിന്റെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ആ 90 മിനിറ്റ് വരെ അവർ ജയിക്കും കയറും എന്നുള്ള ഇതിൽ നിന്നിട്ട് അവസാനം ആ ഫാൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. കാരണം അവർ നല്ലോണം കുറെ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ടും പിച്ചിന്റെ പുറത്തും കുറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. കുറെ ഇനീഷ്യേറ്റീവുകളൊക്കെ സൗത്ത് കോസ്റ്റ് ട്രൂപ്പേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം അവര് മേ ബി ഡിസർവ് ചെയ്തെന്നിരിക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ ഫാൻസിനെയും നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഫുട്ബോളിൽ 4 ടീമേ സെമി കളിക്കുള്ളൂ. ആൻഡ് സെമി കളിച്ച ടീമുകളൊക്കെ നിർത്തി തന്നെയാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ഇതില്ല. പിന്നെ കൊമ്പൻസിന്റെ മാച്ചിൽ, അതായത് ഇപ്പോൾ ഒരു മാച്ച്, അതായത് ഒരു ക്രൂഷ്യൽ മാച്ച് ആണെങ്കിലും നമ്മൾ ആ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ആ മാച്ച് തീരുന്നത് വരെ നമ്മൾ പ്രിപ്പയർഡ് ആവാനുള്ള ടൈമാണ് ആർ വി ഇൻ ഓർ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൊമ്പൻസിന്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആ മാച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനിക്കുന്നത് വരെ വി ആർ ഇൻ ഉള്ള മെന്റാലിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ലാസ്റ്റ് മൊമെന്റ് അത് മാറുമ്പോൾ സെമി ഫൈനൽ സ്പോട്ടാണ് ഇല്ലാണ്ടായത്. അതും അവർ ഒരുപാട് സ്ട്രൈവ് ചെയ്തിട്ടാണ് ആ തേർഡ് പൊസിഷൻ കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ഓൺ ചെയ്ത് വെച്ചത്. അതാണ് at the moment, like ഒരു 5 minutes സീസൺ അവസാനിക്കുകയാണ്. എൻഡ് അത് പെട്ടെന്നൊരു അബ്രപ്റ്റ് ആയിട്ട് തീരുവാണല്ലോ. ഇനിയിപ്പോ അടുത്ത സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് ആ സാധനം കയ്യിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോഴത്തേക്കുള്ള പെയിൻ ഭയങ്കര വലുതായിരിക്കും. അബ്സല്യൂട്ട്ലി. അപ്പോൾ
എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മാച്ച് വീക്ക് 10. ഇനി അപ്കമ്മിങ് നമ്മളുടെ സെമി ഫൈനൽസ് ആണ്. സെമി ഫൈനൽസിന് തൃശ്ശൂർ മാജിക് FC മലപ്പുറം FCനെയും കാലിക്കറ്റ് FC കണ്ണൂർ വാരിയേഴ്സിനെയും നേരിടും. അപ്പോൾ അടുത്ത ഷോയിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2 ഫൈനലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങളെല്ലാവരും മാച്ച് കാണുക. മാച്ച് കണ്ടതിന് ശേഷം സൂപ്പർ ലീഗ് കേരള സൂപ്പർ റിവ്യൂ കാണുക. ആൻഡ് സ്റ്റേ ട്യൂൺ ആൻഡ് ബൈ.